ഗർഭകാലത്ത് ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഷുഗർ പ്രശ്നത്തിനെയാണ് നമ്മൾ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിലോ തേർഡ് ട്രൈമസ്റ്ററിലോ ആണ് അത് കാണപ്പെടുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അമിത ഭാരമുള്ളവരിൽ, മുന്നേ നടന്നിട്ടുള്ള പ്രസവത്തിൽ 4 കിലോയോളം വെയിറ്റ് ഉള്ള കുഞ്ഞാണ് ജനിച്ചതെങ്കിൽ, കുടുംബത്തിൽ ഹെറിഡിറ്ററി ആയിട്ട് ഷുഗർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ 30 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാരിൽ, അബോഷന്റെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരിൽ, പോളിഹൈഡ്രാമിനോസ് അതായത് അമ്നോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലുള്ള ആൾക്കാരിൽ, റിക്കറന്റ് ആയിട്ട് വെജൈനൽ ഇൻഫെക്ഷൻസ് ലൈക്ക് കാൻഡിഡിയാസിസ് പോലുള്ള ഇൻഫെക്ഷൻസ് റിക്കറന്റ് ആയിട്ട് വരുന്ന ആൾക്കാരിലെല്ലാം ഈ ഡയബറ്റീസ് അതായത് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി എങ്ങനെ ഇതിന് കണ്ടെത്താമെന്ന് നോക്കാം. 24 മുതൽ 28 ആഴ്ച വരെയുള്ള ആ ടൈം പീരീഡിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. 75 ഗ്രാമോളം ഗ്ലൂക്കോസ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 140 mg/dl കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിലും ഇതുപോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് ഭാരം കൂടുതൽ, അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ്, ഇതെല്ലാം ഇതിന്റെ ഒരു പ്രശ്നങ്ങളായിട്ട് പറയാം. ഇത് നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഡയറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഷുഗറിന്റെ അളവ് കുറവുള്ള ഡയറ്റ് തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഹെവി ആയിട്ടുള്ള എക്സസൈസ് അല്ല, റെഗുലർ വാക്കിംഗ് ആണെങ്കിൽ പോലും അത് വളരെ യൂസ്ഫുൾ ആണ് ഈ കണ്ടീഷനിൽ. അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരു ഡയറ്റിൽ കൂടെ നമുക്ക് ഷുഗറിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ തന്നെ അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കും.